എൻ്റെ പേര് ശുഭ. ഞാനൊരു ടീച്ചറാണ്. ഇപ്പൊ ഞാനൊരു സ്കൂളിലെ പ്രിൻസിപ്പളാണ്. ഞാൻ ഹാർട്ട്ഫുൾനെസ്സിൽ വന്നിട്ട് ഇപ്പോൾ 18 വർഷമായി. എൻ്റെ മൂത്ത മോനെ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് ഞാൻ ഫസ്റ്റ് സിറ്റിംഗ് എടുക്കുന്നത്. സോ ഫസ്റ്റ് സിറ്റ് എടുക്കുമ്പോൾ ആക്ച്വലി എനിക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഈ പ്രായമുള്ള ആൾക്കാരൊക്കെ ചെയ്യുന്ന ഒരു കാര്യമല്ലേ, എനിക്കൊരു മടിയായിരുന്നു. സിറ്റിംഗ് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഫീലിംഗ്, ഐ കനോട്ട് എക്സ്പ്ലെയിൻ, എനിക്ക് പറയാൻ പറ്റത്തില്ല എന്താന്ന്. ബട്ട് എനിക്ക് എന്തോ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്തു. എനിക്ക് വേറെ ഒന്നും അറിയില്ല, ജസ്റ്റ് ഒരു ഹാപ്പിനെസ്. അപ്പം 3 സിറ്റിംഗ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും പറയുവാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയായി ഈ വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റ് മെഡിറ്റേഷനൊക്കെ ചെയ്യാനൊക്കെ ആദ്യം. അപ്പം ഞാൻ ഓർക്കുന്ന ഇതൊക്കെ നമുക്കൊക്കെ പറ്റിയ പരിപാടിയാണോ എന്നൊരു സംശയത്തിലാണ് ആദ്യം ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷെ ഇതില് സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വരാനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഒത്തിരി ഉണ്ടായിരുന്നു. സോ ഞങ്ങൾക്ക് അങ്ങനെ കൂടുതലായിട്ട് ഈ ഒരു ആർട്ട്ഫുൾനെസ് പരിപാടികളിൽ എല്ലാത്തിലും പങ്കെടുക്കാനുള്ള ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പോൾ മാസ്റ്ററേയും മിഷനെയും മെത്തേഡെയൊക്കെ കൂടുതൽ അറിയാനും അതിനുവേണ്ടി കൂടുതലായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ മാസ്റ്ററിൽ നമുക്ക് തന്നു. അപ്പോൾ എനിക്ക് ശരിക്കും മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇതിൽ വന്നതിന് ശേഷം എനിക്കൊരു അച്ഛനെ പോലെയാണ്. കാരണം എനിക്ക് ചെറുപ്പത്തിലെ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട. അപ്പോൾ എൻ്റെ അമ്മയാണ്, ഞങ്ങൾ 2 പെൺപിള്ളേരാണ് ഞങ്ങളെ വളർത്തിയത്. അപ്പോൾ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണെങ്കിലും എനിക്കങ്ങനെ ലൈഫ് വലിയ പ്രശ്നങ്ങളില്ല, സ്മൂത്തായിട്ടാണ് പോകുന്നത്. എന്നാലും പല സാഹചര്യങ്ങളിലും ഈ ഹാർട്ട്ഫുൾനെസ്സിന് വന്നതിന് ശേഷം എൻ്റെ ലൈഫിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും എല്ലാം എനിക്കൊരു ഈസി ആയിട്ട്, എനിക്ക് തന്നെ അറിയില്ല ഹൗ ക്യാൻ ഐ സോൾവ് ഇറ്റ്. ഈവൺ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ആണെങ്കിലും എന്നോട് പറയാറുണ്ട്, മിസ് ഇതെങ്ങനെയാ മിസ് ഇത് ഇത്രയും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. സോ അത് ശരിക്കും ഞാനിത് എങ്ങനെയാ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അതൊരു എക്സ്പീരിയൻസ് ആണ്, നമ്മുടെ ഒരു അനുഭവമാണ്, ഒരു ഫീലിംഗ് ആണ്. സോ എനിക്ക് പറയാനുള്ളത്, ഞാൻ പഠിച്ചൊരു പാഠം, ഇതിൽ നിന്നും സാറ്റിസ്ഫാക്ഷൻ ലൈഫിലും നമുക്ക് കിട്ടുന്ന ഇതിലും നമുക്കൊരു സംതൃപ്തി എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പൊ മനുഷ്യർക്ക് ഇല്ലാത്തത്. ഞാൻ കണ്ടിരിക്കുന്ന ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷെ എപ്പോഴും എനിക്കൊന്നുമില്ല, എനിക്കിത് പോരെന്നുള്ളൊരു രീതിയില്ല. ബട്ട് അവരൊരിക്കലും അവരെക്കാളും താഴെയുള്ള ഒരാളെ ചിന്തിക്കുന്നേ ഇല്ല. പക്ഷെ എനിക്കത് കിട്ടിയ ഒരു ഇതാണ് മാസ്റ്ററുടെ മൈ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു ബുക്ക് ഞാൻ ആദ്യം വായിക്കാൻ. അപ്പൊ ഞാൻ ഇന്നും ഓർക്കുന്ന വരിയാണ്, ഞാൻ എന്നോട് എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ എനിക്ക് മറ്റുള്ളവർക്കാട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാ ലൈഫ്. സോ ഞാൻ എന്നോട് കാണിക്കുന്ന പോലെ മറ്റുള്ളവരോട് എനിക്ക് കാണിക്കാൻ പറ്റുമോ? ഞാനത് പലപ്പോഴും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് കുട്ടികളോട് പറയാനുള്ളത്, അവർക്ക് എൻജോയ്മെന്റ് വേണം, എല്ലാം വേണം. അതിന്റെ കൂടെ ഇതിലേക്കൊന്ന് വരിക. ഞാനിപ്പോ അവർക്ക് പറയുമ്പോ അവർക്കും ധ്യാനിക്കാനൊക്കെ പറയുമ്പോ മടിയാ. പക്ഷെ ഞാനിപ്പോ എൻ്റെ മക്കളോടാണെങ്കിൽ നിർബന്ധിക്കാറില്ല. സോ ഇതാണ്. അപ്പൊ എൻ്റെ ലൈഫ് ഭയങ്കര ഹാപ്പി ആയിട്ട് പോകുന്നു. സോ വാട്ട് എവർ മേ കം, I know that Master is always with me. എൻ്റെ പേര് വേണുഗോപാലൻ. ഞാൻ ഈ ഹാർട്ട്ഫുൾനെസ് സിസ്റ്റത്തിൽ വന്നിട്ട് ഏതാണ്ട് 7 വർഷത്തോളമായി. അപ്പോൾ ഒത്തിരി ഇതിനെപ്പറ്റി കുറച്ച് സ്പിരിച്വൽ കാര്യങ്ങളെപ്പറ്റി അറിയണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. മറ്റുള്ള ആചാരാനുഷ്ഠാനങ്ങളും സാധാരണ ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ കണ്ട് അത് ശീലിച്ചിരുന്നു. അതും ഞാൻ തുറന്നുകൊണ്ടിരുന്നു. ഏതോ ഒരു അവസരത്തിൽ ഒരു അന്വേഷണം ഉണ്ടായി, എന്താണ് ഈശ്വരനെന്ന്. പല സ്ഥലത്തും പല അമ്പലങ്ങളിലും എല്ലാം പോകാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിക്കുന്നത് ആ ശക്തി എനിക്ക് നിജപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ അന്നൊന്നും ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ഈശ്വരൻ, എന്താണ് ആ ശക്തി എന്ന്. പക്ഷേ അതിനൊരു ആൻസർ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നില്ല. എനിക്ക് കുറച്ച് സമയമെടുത്തു അത് മനസ്സിലാക്കാനായിട്ട്. പല സത്സംഗവും ഇവരുടെ കൂടെ സിറ്റിങ്ങും ഒക്കെ എടുത്ത് ഏതാണ്ട് മനസ്സ് പതുക്കെ ഇതിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങി. ഒത്തിരി വ്യത്യാസം ഉണ്ടായി. അത് കഴിഞ്ഞ് ഇത് ഏതാണ്ട് നല്ലോണം റിയലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്നെ വളരെ മാറ്റം വന്നു. കുടുംബത്തിലുണ്ടായി. പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കേണ്ട സാധാരണയുള്ള. പക്ഷേ ഇതിൽ സിസ്റ്റത്തിൽ വരണതിന് മുമ്പുള്ള പ്രശ്നം എങ്ങനെയാണോ ഞാൻ അഭിമുഖീകരിച്ചിരുന്നത്, ഇപ്പോഴെങ്ങനെയാണ്, അത് രണ്ടാണ്. പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് പ്രശ്നങ്ങളായിട്ട് തോന്നാറില്ല. മനസ്സിന് ഭയങ്കരമായിട്ട് ഇത് കിട്ടുന്നുണ്ട്. വീട്ടിലും
വളരെ ഇതാണ്. ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ അവിടെയുണ്ട്, ചെറിയ ചെറിയ അസുഖങ്ങളായി, സാമ്പത്തികമായിട്ടോ മറ്റേ തൊഴിൽപരമായിട്ടോ മക്കളുടെ കാര്യമായിട്ടോ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇപ്പം പ്രശ്നമേ അല്ല, അത് സാധാരണ ഒരു ഇത് ആയി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എനിക്ക് ഗുണം കിട്ടിയത് ഈ സിസ്റ്റത്തിൽ വന്നതിൽ കൊണ്ട് മാത്രമാണ്. എൻ്റെ പേര് വിസ്മയ, വിദ്യാർത്ഥിയാണ്. MSc BEd പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫൈനൽ ഇയർ. ഞാൻ 2015 മെഡിറ്റേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. വന്നത് ശേഷം ട്രെമൻഡസ് ചേഞ്ചസ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എൻ്റെ പേഴ്സണാലിറ്റിയിലാവട്ടെ, അല്ലെങ്കിൽ എൻ്റെ പൊതുവെയുള്ള കപ്പാസിറ്റി എല്ലാം തന്നെ ടോപ്പ് ലെവലിലേക്ക് പോയി എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എൻ്റെ പ്രൊഡക്ടിവിറ്റിയാണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്തു, അത് ഞാൻ ചെയ്തു തീർക്കുന്ന സമയം, അത് ഞാൻ ചെയ്യുന്നതിലുള്ള ഒരു പെർഫെക്ഷൻ എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ സമയത്ത് തന്നെ, ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ ചെയ്യുന്നതിനെക്കാട്ടും മേ ബി ഒരു 2 or 3 പോട്ടെ 4 ഇരട്ടി സമയം കുറച്ച് എടുത്തിട്ട് വേണമെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് തന്നെ ചെയ്യാനും പറ്റുന്നുണ്ട്. അതൊരു വലിയ കാര്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ പൊതുവെയുള്ള കപ്പാസിറ്റി, ഞാനത്ര പൊതുവെ സംസാരിക്കുന്ന ആളോ അല്ലെങ്കിൽ അങ്ങനെ ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ആളൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇതിൽ വന്നതിന് ശേഷം ഞാൻ ഏതെങ്കിലും ഒരു ലീഡർഷിപ്പ് റോൾ ഏറ്റെടുക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തീർക്കാനൊക്കെ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത് 1-2 കാര്യങ്ങളല്ല, ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്നത് വരെയും എല്ലാ കാര്യത്തിലും ഈ മെഡിറ്റേഷൻ്റെ എഫക്റ്റ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് എൻ്റെ സ്ട്രെസ്സിൻ്റെ കാര്യമാണെങ്കിലും വളരെ സ്ട്രെസ് ലെവൽ കുറഞ്ഞൊരു വ്യക്തിയായിട്ടാണ് എന്നെ പൊതുവെ അറിയപ്പെടുന്നത്. ഞാൻ എപ്പോഴും ജോയ്ഫുൾ ആണെന്നാണ് എല്ലാവരും പറയുന്നത്. അതൊക്കെ കൊണ്ട് തന്നെ വളരെ ഒരു ഇൻസ്പയറിങ് ചേഞ്ച് എന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് എന്നെ കൊണ്ട് തന്നെ പറയാൻ പറ്റും. പിന്നെ നമ്മുടെ യൂത്തൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ഫോറിൻ കൺസെപ്റ്റ് ആയിട്ടാണ് പൊതുവെ പറയുമ്പോൾ. പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം ആരോട് ചോദിച്ചാലും, അതായത് എത്ര സക്സസ്ഫുൾ ആണെങ്കിലും അവരിങ്ങനെ ലൈഫിൽ എന്തോ മിസ്സിങ് ഉണ്ട് എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും വരുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ എന്തിനാ ജീവിക്കുന്നത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്, അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എല്ലാവരുടെയും മനസ്സിൽ എന്തായാലും ഉണ്ടാവും. സോ സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് ഫോറിൻ. നമുക്ക് ഇല്ലാത്തൊരു സംഭവമല്ല, നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തൊരു സംഭവമല്ല, നമ്മൾ തന്നെ ഉള്ളിലുള്ള കാര്യമാണ്. നമ്മൾ പൊതുവെ ജീവിക്കുന്ന, നമ്മൾ എന്തായാലും കരിയർ ആയാലും പൊതുവെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട, അല്ലെങ്കിൽ നമ്മുടെ ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരേണ്ട ഒരു സാധനമാണ് സ്പിരിച്വാലിറ്റി. നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അത് നമ്മൾ അക്നോളജ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ആ പെർഫെക്റ്റ് ബാലൻസ് അല്ലെങ്കിൽ ആ സാറ്റിസ്ഫാക്ഷൻ, എത്ര ജീവിച്ചാലും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു റീസൺ അതാണ്. നമുക്ക് ആ സ്പിരിച്വാലിറ്റി നമ്മൾ അക്നോളജ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ആസ് യൂത്ത് നമ്മൾ എത്ര നേരിട്ട് ഇത് അക്നോളജ് ചെയ്യുന്നു, അത്രയും സാറ്റിസ്ഫൈഡ് ആയിട്ട്, അത്രയും പെർഫെക്റ്റ് ആയിട്ട്, അത്രയും ജോയ്ഫുൾ ആയിട്ട്, സ്ട്രെസ് ഫ്രീ ആയിട്ട് നമുക്ക് ആ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ പേര് ആര്യൻ. എനിക്ക് എന്തെങ്കിലും പ്രശ്നമോ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനോ വന്നാൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് ആ സമയത്ത് വന്ന ആകെ ഒരു സൊല്യൂഷൻ മെഡിറ്റേഷൻ എന്നുള്ളതാണ്. അതിപ്പം പ്രശ്നങ്ങളുള്ള ആരാണെങ്കിലും എന്നോട് ഇപ്പം എൻ്റെ കൂട്ടുകാരെ അവരുടെ പ്രശ്നങ്ങളെല്ലാം പറയുവാണെങ്കിൽ എനിക്ക് ആകെ സജസ്റ്റ് ചെയ്യാൻ അറിയാവുന്ന സൊല്യൂഷൻ മെഡിറ്റേഷൻ എന്നുള്ളതാണ്. എൻ്റെ പേര് ഡോക്ടർ അരുഷ്മ. ഞാൻ സൈക്യാട്രിസ്റ്റാണ്. ഹസ്ബൻഡ് ഡോക്ടറാണ്. ഞാൻ ഹാർട്ട്ഫുൾനെസ്സുമായിട്ട് ഏറെക്കാലമായി മിഷനിൽ പ്രവർത്തിക്കുകയും അഭ്യാസിയായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. 8 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് സിറ്റിംഗ് എടുക്കുകയും ഇതിൽ വരികയും ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ നിത്യജീവിതത്തിലും നമ്മുടെ സ്വഭാവത്തിലും ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്ന പ്രതികൂല സാഹചര്യങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു മനക്കെട്ടി, പെട്ടെന്ന് ദേഷ്യം വരാതിരിക്കുക, പെട്ടെന്ന് സങ്കടം വരാതെ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഏറെക്കുറെ പണ്ടത്തെയിലും മെച്ചപ്പെട്ട രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിലെ അന്തരീക്ഷമാണെങ്കിലും വ്യക്തികൾ തമ്മിലുള്ള ബന്ധങ്ങൾ വളരെയധികം ഊഷ്മളമായി നമുക്ക് അനുഭവപ്പെടും. പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും സംഘർഷങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുക, അത് കുറച്ചും കൂടെ തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. എൻ്റെ പേര് നാരായണൻ നമ്പൂതിരി. ഞാൻ കേരള ഗവൺമെൻറ് സർവീസിലായിരുന്നു. ഈ സിസ്റ്റത്തിൽ ഏകദേശം 15 വർഷമായിട്ടുണ്ട്. ടെൻഷൻ, ദേഷ്യം
അല്ലെങ്കിൽ പിരിമുറുക്കം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു കുറവ്, ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് ഉള്ള അനുഭവം. എൻ്റെ പേര് ശോഭ നായർ. ഞാൻ ഡൽഹിയിൽ ഒരു ഡിഫൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ PA ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. ഇപ്പം റിട്ടയർഡായി നാട്ടിൽ നിന്ന് സെറ്റിലായി. അപ്പം എൻ്റെ ബാല്യകാല കൂട്ടുകാരി എന്ന് പറയുന്ന ക്ലാസ്മേറ്റും ആയിരുന്നു ലൈല, ഇവിടുത്തെ മാനേജർ. പുള്ളിക്കാരി എന്നോട് ഇതേപ്പറ്റി പറയുകയും ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറയുകയും ചെയ്തു. ആദ്യമൊന്നും ഞാൻ അത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ ഒരു സൺഡേ വന്നു, പിന്നെ അടുത്ത സൺഡേ വന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ. ഡൽഹിയിൽ താമസിച്ചപ്പോഴും പല ആശ്രമങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും അവിടെ നിന്നും കിട്ടാത്തൊരു ശാന്തി ഇവിടെ ലഭിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് നാൾ, ഏകദേശം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞ് ഞാനിവിടെ വരാൻ തുടങ്ങിയിട്ട് എനിക്ക് എന്നിൽ തന്നെ പല മാറ്റങ്ങളും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് പെട്ടെന്നൊരു ദേഷ്യം വരിക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സെൻറ്റിമെൻ്റൽ ടൈപ്പ്, ഒരു പെട്ടെന്ന് കരച്ചിൽ വരിക, അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ വരുമ്പോൾ ഇവിടെ എല്ലാവരും ജാതിഭേദ മതമന്യേ എല്ലാവരും ഇവിടെ വരുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്യുന്നു. എൻ്റെ പേര് ലൈലമ്മ. എൻ്റെ ഫാമിലിയിൽ എല്ലാവരും അഭ്യാസികളാണ്. ഒരു ജീവിതം ഉണ്ടാവാം, പക്ഷെ അത് സക്സസ്ഫുൾ ആവണമെങ്കിൽ സ്പിരിച്വാലിറ്റി നമുക്ക് വേണം. സ്പിരിച്വാലിറ്റി ഇല്ലാണ്ട് നമുക്കൊരു കംപ്ലീറ്റ് സക്സസ് ആയിട്ടൊരു ജീവിതം കൊണ്ടുപോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ വിചാരിക്കും ഐ ആം സക്സസ്ഫുൾ എന്നൊക്കെ തോന്നാം, പക്ഷേ സ്പിരിച്വാലിറ്റി ഇല്ലാണ്ട് നമുക്ക് സക്സസ്ഫുൾ ആയിട്ടൊരു ജീവിതം കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. എൻ്റെ പേര് MC നായർ എന്നാണ്. ഞാൻ ഇന്ത്യൻ ഡിഫൻസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 30 വർഷത്തോളം സർവീസ് ചെയ്തു. അതിനുശേഷം റിട്ടയർമെൻറ്റായി ഡൽഹിയിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത് സ്ഥിരം. ഞാനും എൻ്റെ വൈഫും 2 മക്കളും സർവീസ് തീർന്നതിന് ശേഷം വൈഫിൻ്റെയും സർവീസ് തീർന്നു കഴിഞ്ഞാണ് ഞങ്ങൾ നാട്ടിൽ വരുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ ഡീലിങ്സ് വളരെ ഒരു പോസിറ്റീവ് എനർജി ഉള്ളൊരു ഇതാണിത്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ തുടങ്ങിയിപ്പം ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. മിക്ക ഫംഗ്ഷനുകളിലും വരാറുണ്ട്, എല്ലാം ചെയ്യാറുണ്ട്. ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഇവിടെ വരുമ്പോൾ. അതുകൊണ്ട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ആർക്കും ഇവിടെ വന്ന് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അവർക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ഗുണം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത്. നമസ്തേ, എൻ്റെ പേര് അർജുൻ ശിവദാസ്. ഞാനിപ്പോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 10-12 വർഷത്തോളമായി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഉണർവും ഒരു എനർജിയൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. പിന്നെ സ്നേഹം, സാഹോദര്യം, സഹിഷ്ണുത, ക്ഷമ, ഇതെല്ലാം ഈ സിസ്റ്റത്തിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് ശ്രീനിവാസ്, കോഴിക്കോട് നിന്നാണ്. ഞാൻ 94 ഇതിൽ ജോയിൻ ചെയ്യുന്നത്. ഏകദേശം ഇപ്പോൾ 30 വർഷം ആവാനായി. തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഹാർട്ട്ഫുൾനെസ് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ വളരെ ചേർന്ന് നിൽക്കുന്ന, എൻ്റെ ജീവിതത്തോട് ഇഴകിച്ചേർന്ന് നിൽക്കുന്ന ഒരു സംഭവം ആയിട്ട് തന്നെയാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്. ഞാനൊരു യൂത്തായിരിക്കുന്ന സമയത്ത് ആസ് യൂഷ്വൽ എപ്പോഴും ഞാൻ സ്കെപ്റ്റിക്കലായിരുന്നു, വളരെ ലോജിക്കലായിരുന്നു. ഒരുവിധം സയൻറ്റിഫിക് ആണെന്നൊക്കെയുള്ള ധാരണയിലാണ് ആ കാലഘട്ടത്തിൽ ഞാനുണ്ടായിരുന്നത്. ഒരു മെഡിറ്റേഷന് സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയുള്ള മെഡിറ്റേഷൻ പ്രോഗ്രാം എന്നുള്ള നിലയ്ക്കാണ് ഞാനന്ന്. അങ്ങനെ ക്രമേണ ഞാൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതിലെന്തോ ഉണ്ട് എന്നുള്ളൊരു സംഭവം എനിക്ക് മനസ്സിലാവുന്നത്. എൻ്റെ ഉള്ളിൽ തന്നെ ഇതിലെന്തോ ഒരു സംഭവം ഉണ്ട്, ഇത് വെറും ഒരു സ്ട്രെസ് കുറയ്ക്കുന്ന സംഭവം മാത്രമല്ല എന്നുള്ളൊരു തോന്നൽ. ആക്ച്വലി നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ഉള്ളിൽ നിന്നൊരു അവേക്കനിങ് വന്നു എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചുകൂടി എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നസ് വന്നതുകൊണ്ട് കുറച്ചുകൂടി ആ ഒരു കോൺസെപ്റ്റ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി, ഉള്ളിൽ നിന്ന് തന്നെ മനസ്സിലാകാൻ തുടങ്ങി. പിന്നെയാണ് ഞാൻ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതിൻ്റെ സംഭവങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് സയൻസ് ആണെന്നത് നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സംഭവമാണ്, ജീവിതത്തിൽ തന്നെയുള്ളൊരു സംഭവമാണെന്നുള്ളത് എനിക്ക് ആ ഒരു ബോധതലത്തിലുള്ളൊരു വികാസം വന്ന സമയത്ത് എനിക്ക് മനസ്സിലാകാം, എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി എന്നുള്ളതാണ്. അതിനുശേഷം എനിക്ക് സ്പിരിച്വാലിറ്റി എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ
എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗം ഓരോ കാര്യത്തിലും എനിക്കത് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എനിക്കൊരു സ്ട്രെങ്ത്ത്, എനിക്ക് ആവശ്യമായ സ്ട്രെങ്ത്ത്, ഒരു ഇന്നർ സ്ട്രെങ്ത്ത് കിട്ടുന്നത് മെഡിറ്റേഷനിലൂടെയും അതുപോലെ തന്നെ മാസ്റ്റേഴ്സ് എന്നുള്ള കൺസെപ്റ്റിലൂടെയാണ് എനിക്കൊരു ഇന്നർ സ്ട്രെങ്ത്ത് പലപ്പോഴും. അത് ജീവിതത്തിൽ വളരെയധികം സഹായിക്കും. നമുക്ക് ജീവിതത്തിലുള്ള ചാലഞ്ചസ് എല്ലാവർക്കും ഉണ്ടാവും, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവും. അതിനൊക്കെ തന്നെ നമുക്ക് പൊളിയാതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി കിട്ടുക എന്നുള്ളതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ്. ഞാൻ അരവിന്ദാക്ഷൻ. ഞാൻ മിഷന് വന്നിട്ടിപ്പോൾ 13 വർഷം കഴിഞ്ഞു. എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് മിഷനിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ വളരെയധികം നല്ല രീതിയിൽ എനിക്ക് സ്പിരിച്വൽ വേയിൽ മാറാനും അതിൽ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നല്ല ഗുണങ്ങളെ പ്രദാനം ചെയ്യാനും കഴിയത്തക്ക രീതിയിൽ ഉള്ള ഒരു അനുഭവ സമ്പത്താണ് എനിക്ക് സഹജമാർഗത്തിലൂടെ കിട്ടിയിരിക്കുന്നത്. നമസ്തേ, എൻ്റെ പേര് അർജുനീവ് ശിവദാസ്. ഞാനിപ്പോൾ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 10-12 വർഷത്തോളമായി മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. ചെയ്യുമ്പം കിട്ടുന്ന ഒരു ഉണർവും ഒരു എനർജിയൊക്കെ വളരെ ഡിഫറൻ്റ് ആണ്. പിന്നെ സ്നേഹം, സാഹോദര്യം, സഹിഷ്ണുത, ക്ഷമ, ഇതെല്ലാം ഈ സിസ്റ്റത്തിലൂടെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. നമസ്കാരം, ഞാൻ നീതു. എൻ്റെ വീട് ചെങ്ങന്നൂരാണ്. എൻ്റെ വീട്ടിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും എൻ്റെ അമ്മയുമാണുള്ളത്. ഞാനൊരു 2016 മുതൽ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ മെഡിറ്റേഷനെ പറ്റി അറിഞ്ഞതാണ്. അതിനുശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏറ്റുമാനൂർ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ആശ്രമത്തിനടുത്ത് നിന്ന് എനിക്കൊരു കല്യാണാലോചന വരുന്നത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും ചേട്ടനും ചേച്ചിയും എല്ലാവരും മെഡിറ്റേഷൻ ഫോളോ ചെയ്യുന്നവരാണ്. അപ്പം ഇവിടെ വന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത് നമ്മൾ ഒരു കാര്യത്തിനെ സമീപിക്കുന്ന രീതി ഭയങ്കര വ്യത്യാസമാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. നമുക്ക് ചുറ്റുപാടും ഉള്ളവർക്കും ആശ്രമത്തിന് തൊട്ടടുത്ത് തന്നെ വീടുള്ളത് കൊണ്ടും ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ഓരോ ഗസ്റ്റും പറയും ഇവിടെ ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. അതുതന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ മാറ്റം. പിന്നെ എൻ്റെ കാര്യം, ഞാനൊരു സിവിൽ എഞ്ചിനീയറാണ്. കൂടെ എൻ്റെ ഹോബിയായിട്ട് ചെറിയ രീതിയിൽ പാട്ടൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു പാട്ട്. നിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവണിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിനാൽ പുതുവിള നേരും നോരിനിയ നാടിതാ പാടാം കുട്ടനാടിനീണം കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, തേതേ തിത്തിത്താരാ തേതേതും തേതേ തിത്തിത്താരാ തേതേതും. കണ്ണോടു തിരിയും മണ്ണു തീരും മണമോ, പെണ്ണിനു വിയർപ്പാലേ മധുമണമോ, ഞാറ്റോല പച്ചവള പൊന്നും തെളിക്കൊലുസ്, പെണ്ണിവൾ കളമാറ്റും കളമൊഴിയായി, കൊറ്റികൾ പകൽ നീലേക്കിനാ കാണും, മുട്ടിടും അനുരാഗക്കരൾ പോലെ, മണ്ണിനും ഇവൾ പോലെ മനം തുടിക്കും പാടാം കുട്ടനാടിനീണം കേരനിരകളാടും ഒരു ഹരിത ചാരു തീരം, പുഴയോരം കളമേളം കവിത പാടും തീരം.